നമുക്കിപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വീഡിയോ ചെയ്യാം. ഈ ഓഡബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 1.5 മാസത്തോളം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രിയപ്പെട്ട സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത്ര പിടുത്തമില്ലാത്ത, പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് എഫക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ച ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടും പറ്റാതെ പോയ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ആ ഒരു സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ്. നമ്മുടെ മാനേജ്മെന്റ് കൊടുക്കുന്ന പിച്ച കാശ് കൊണ്ട് മികച്ച താരങ്ങളെ എത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ പുള്ളിയുടെ പരിചയക്കുറവും കരോലിസ് കിങ്കിസ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ചുരുങ്ങിയ പൈസയ്ക്ക് കൊണ്ടുവന്ന വിദേശ താരങ്ങളെല്ലാം വർത്ത് പർച്ചേസുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നിരവധി നമുക്ക് പ്രിയപ്പെട്ട അഡ്രിയാൻ ലൂണെ, നോവാസ് ഉദയ് ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവന്ന, അവരെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രിയപ്പെട്ട ഒരുപാട് വിദേശ താരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് തെറികൾ വാങ്ങിച്ചു കൂട്ടിയ കരോലിസ് കിങ്കിസ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ്. ബൈ.